സർക്കാർ തലത്തിൽ നിയന്ത്രണ സംവിധാനമില്ലാത്തതാണ് വിമാനയാത്രാ നിരക്ക് കുത്തനെ കൂട്ടാൻ വ്യോമയാന കമ്പനികളെ സഹായിക്കുന്നത്. ആവശ്യക്കാർ ഏറെയുള്ള സമയത്ത് 4-5 ഇരട്ടി വരെ നിരക്ക് വർദ്ധിപ്പിക്കുകയാണ് നിലവിൽ വ്യോമയാന കമ്പനികൾ ചെയ്യുന്നത്. ഇത് അവസാനിപ്പിക്കാനായി റെഗുലേറ്ററി കമ്മീഷനെ വെക്കണമെന്നാണ് പ്രവാസി സംഘടനകളുടെ ദീർഘകാലമായ ആവശ്യം. ഉത്സവകാലത്തും അടിയന്തര ഘട്ടങ്ങളിലും ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടുകയെന്നതാണ് വിമാന കമ്പനികളുടെ രീതി. അതിന്റെ പ്രതിഫലനമാണ് അവധിക്കാലം അടുത്തതോടെ കേരളത്തിൽ നിന്നും ഗൾഫ് സെക്ടറിലേക്ക് യാത്രാനിരക്ക് 400% വരെ ഉയരുന്നതിന് ഇടയാക്കിയത്. ആവശ്യക്കാർ കൂടുന്നതിനനുസരിച്ച് വിമാന കമ്പനികൾ ഇത്തരത്തിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് നിയന്ത്രിക്കാൻ സംവിധാനം വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ടിക്കറ്റിന്റെ വില നിശ്ചയിക്കുന്ന ഒരു സ്ഥിരം റെഗുലേറ്ററി കമ്മീഷൻ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അത് നിർബന്ധമായും ഇംപ്ലിമെന്റ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് ഇടപെടണം. ഈ ആവശ്യത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം സ്വീകരിച്ചത്. ഓഫ് സീസണിലെ നഷ്ടം നികത്തുന്നത് സീസൺ കാലത്ത് നിരക്ക് കുത്തനെ കൂട്ടുന്നതിലൂടെയാണെന്നാണ് വിമാന കമ്പനികളുടെ നിലപാട്. ഓഫ് സീസണിൽ മുഴുവൻ യാത്രക്കാരുമായി പോകുന്നതിനേക്കാൾ ലാഭം സീസൺ കാലയളവിൽ പകുതി സീറ്റുകൾ ഒഴിച്ചിട്ട് പോയാൽ പോലും കമ്പനികൾക്ക് ലഭിക്കുമെന്ന് ചുരുക്കം. സ്വകാര്യ കമ്പനികളുടെ ലാഭക്കുതിക്ക് പിന്നാലെ എയർ ഇന്ത്യയും സമാന നിലപാട് സ്വീകരിക്കുന്നതാണ് പ്രവാസികളുടെ നടുവടിക്കുന്നത്. യാത്രക്കാരൻ ടിക്കറ്റ് എടുത്ത് വിദേശത്ത് ചെന്നതിന് ശേഷം നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് ഈ വിമാനത്തിൽ അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റിൽ ഏകദേശം 15-20ഓളം സീറ്റ് കാലിയായിരുന്നു എന്നാണ്. ഇതും ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ട സംഗതി തന്നെയാണ്. എയർ ഇന്ത്യയുടെ കാര്യത്തിലെങ്കിലും സർക്കാർ തലത്തിൽ ഇടപെടലുകൾ വേണമെന്ന ആവശ്യവും പ്രവാസി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. KR സാജു, മീഡിയ 1, കോഴിക്കോട്.